മഴക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല മഴക്കാരുണ്ടല്ലോ. മഴക്കാരൊക്കെ ഉണ്ട്. മഴയൊക്കെ നമുക്ക് നിർത്താൻ പറ്റില്ലോ. നമസ്കാരം, ഞാനാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി. അപ്പോൾ നിങ്ങളുടെ തൊട്ട് എനിക്കല്ലേ ചെറുപ്പക്കാർക്ക്? ചെറുപ്പക്കാർക്ക് തരാം. ഇത് ഞാൻ എടുക്കണ്ട കേട്ടോ. ഇത് മാത്രം പോരാട്ടാ, പിന്നെ സാധനം വേണട്ടാ. അതും വേണോ? ആയിക്കോട്ടെ, തരാം. വൈകുന്നേരത്തിച്ച പോരെ? വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, വിളിച്ചു വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. പക്ഷെ അറിയില്ലേ വോട്ട് എനിക്ക് തരില്ലേ? അപ്പൊ ഓക്കെ, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോട്ടെ, നിങ്ങൾക്കുള്ള ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം ചെയ്യാം. ഞാൻ ചെയ്യും, പറഞ്ഞാൽ ചെയ്യും. മെമ്പറെ, എന്തായി ഞങ്ങൾ പറഞ്ഞ കാര്യം? മെമ്പർ വീട്ടിലും പഞ്ചായത്തിലും ഞങ്ങൾ എത്ര വട്ടം കയറാണോ? ഇതെല്ലാം നടപടിയാവോ? ശരിയാക്കാടോ, എല്ലാം ശരിയാക്കാം. വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ, നമ്മൾ എത്ര വട്ടം നടന്നു. അപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? രാജിച്ച് പുറത്ത് പോവാ. ഇതൊക്കെ ഓരോരുത്തരുടെ പരാതികളും കാര്യങ്ങളാണ്. ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ? അല്ലെങ്കിൽ രാജിച്ച് പുറത്ത് പോവാ. രാജിവെക്കണം, ഞാൻ രാജിവെക്കണം. രാജിച്ച് പുറത്ത് പോവാ. ചോദിച്ചാലോ? ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. ശരി, ദീവണ്ടി നിന്നോട് ഞാൻ അവിടെ വരെ പോയിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടുതരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എനിക്ക് തരില്ലേ? നീ നല്ല കുട്ടിയല്ലേ? തരില്ലേ? ആ പോണ വഴിക്ക് വണ്ടി ഒന്ന് പറഞ്ഞിടിച്ച് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ആൾട്രേഷൻ ഞാൻ ചെയ്തരണ്ടേ? അതൊക്കെയല്ലേ? എന്നാ ദീവണ്ടി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നിന്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പൈസ എടുത്ത് അങ്ങോട്ട് തന്ന് വാങ്ങിച്ചത് കൊണ്ടുപോവാണ്. ഇത് തന്നിട്ട് എന്നിട്ട് ഞാൻ തല്ലി പൊളിക്കാണ്. നിനക്ക് പൈസ തരണ? പൈസ തരണ? നിന്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പൈസയും സ്മോളൊക്കെ വാങ്ങിച്ച് തന്നിട്ടാണ് വോട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. മനസ്സിലായ? അല്ലാണ്ട് നീ ഒന്നും വോട്ട് ചെയ്തതല്ല. വോട്ട് ചെയ്തവരുടെ ഇതൊന്നും ചെയ്യാണ്ട് വോട്ട് ചെയ്തോണ്ടിരിക്കും. അവരുടെ കാര്യങ്ങൾ ആദ്യം ഞാൻ തീർക്കട്ടെ. എന്നിട്ടാവാം വോട്ട് വാങ്ങിയവരുടെ കേസ്. മനസ്സിലായോ നിനക്ക്? ഏകദേശം മനസ്സിലായില്ലേ? ഈ നിന്റെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടാവും, 5 വർഷം വന്നു കഴിഞ്ഞാൽ നിന്നെ വീണ്ടും കണ്ടാലാന്ന്. അങ്ങനെ ഒരു വിചാരം വേണ്ട. അന്തസ്സായിട്ട് പണിയെടുക്കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് വോട്ട് വാങ്ങേണ്ട കാര്യമില്ല, വോട്ട് അവർ തന്നോളും. നിന്റെ വോട്ട് നീ വേണ്ടാന്ന്. ഏകദേശം മനസ്സിലായില്ലേ? നിന്റെ കാര്യം ഞാൻ ശ്രമിക്കാൻ കൂട്ടാ. നീ പറയണത് അന്യായ കാര്യങ്ങളാണ്, അതുകൊണ്ട് നടക്കില്ലേ കൂട്ടാ. മനസ്സിലായ? അപ്പൊ ഞാൻ പോട്ടെ. ശരിടാ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ എൻ്റെ വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ നാട്, അതാണ് നമുക്ക് ഏറ്റവും വലുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം എന്ന് രാജേഷ് നെടുവേലി.